നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുറത്തു പോയി പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുള്ളൊരു കാര്യം കൂടി വേടൻ കോടതിയിൽ അറിയിക്കാനായിട്ട് വേടൻ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം വേടൻ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് റാപ്പർ വേടൻ. വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ ഉള്ളതിനാൽ പാസ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടും. RSS വേട്ടയാടൽ കാര്യമാക്കുന്നില്ല എന്നും വേടൻ പ്രതികരിച്ചു. കാരണം നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോസൊക്കെ കാനഡയിലൊക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ജോലി ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ ജോലി തടസ്സമായിട്ട് ഇത് കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട്. കണ്ടില്ലേ, വേടനെ ഏത് രീതിയിൽ ഒതുക്കണമെന്ന് അവർ വിചാരിച്ചു, അവരെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റി. ഇതുവരെയും വലിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ പോലും പാസ്പോർട്ട് ഇതുവരെ വാങ്ങി വെക്കാൻ സാധിക്കാത്തല്ല, വാങ്ങി വെച്ചിട്ടില്ലാത്ത പോലീസുകാർ അല്ലെങ്കിൽ എക്സൈസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്നുള്ള നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുള്ള ഒരു നാട്ടിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാസ്പോർട്ടും അവന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ